ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനത്തിന് സൗദി അറേബ്യ മുൻകൈയെടുക്കുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി എന്നിവയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സംഭാഷണത്തിൽ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഊന്നി പറഞ്ഞു. നേരത്തെ ഫലസ്തീൻ പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സൗദി തലസ്ഥാനമായ റിയാദിലെത്തി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ടയർ പഞ്ചറായതിനെ തുടർന്ന് വാഹനം നിർത്തി പുറത്തിറങ്ങി പരിശോധിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന വാഹനമിടിച്ച സ്കൂൾ ബസ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 3 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് അൽഖോബാർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തുള്ള അപകടത്തിൽ ബീഹാർ സ്വദേശിയാണ് മരണപ്പെട്ടത്. അൽ മാജിദ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൊണ്ടുപോവുകയായിരുന്ന മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പഞ്ചറായത് അതുവഴി പോയ കാറിന്റെ ഡ്രൈവർ അറിയിച്ചതിനെ തുടർന്ന് വാഹനം നിർത്തി പുറത്തിറങ്ങി പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നും മറ്റൊരു സ്കൂൾ മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടു വന്ന് ശക്തിയായി നിർത്തിയിട്ട ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഏതാനും മീറ്റർ ദൂരം മുന്നിലേക്ക് വാഹനത്തെ നീക്കിക്കൊണ്ടുപോയി. ഇതിനിടയിൽപ്പെട്ട ഡ്രൈവർ മുന്നിലുള്ള ഡിവൈഡറിൽ ഞെരിഞ്ഞമർന്നാണ് മരണപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾക്കും 3 പേർക്ക് നിസ്സാര പരിക്കേറ്റു. അവരെയും ഡ്രൈവറുടെ മൃതദേഹത്തെയും റെഡ് ക്രസന്റ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലുള്ള അധ്യാപകരും മറ്റു കുട്ടികളും സുരക്ഷിതരാണ്. വിസ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ പൊതുമാപ്പിന്റെ ആദ്യ ദിവസമായ ഞായറാഴ്ച തങ്ങളുടെ താമസം നിയമവിധേയമാക്കി. ഓവർസ്റ്റേ ഫൈൻ ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് ദിർഹമിന്റെ പിഴത്തുകകളാണ് ആദ്യ ദിവസം UAE അധികൃതർ എഴുതിത്തള്ളിയത്. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ 100 കണക്കിന് അനധികൃത താമസക്കാരും സന്ദർശകരും പൊതുമാപ്പ് അപേക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നു. ഒക്ടോബർ 31 അവസാനിക്കുന്ന 2 മാസത്തെ ഗ്രേസ് പീരീഡിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് നിരോധനവും പിഴയും ഉൾപ്പെടെയുള്ള നിയമ നടപടികളില്ലാതെ ഒന്നുകിൽ രാജ്യം വിടുകയോ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയോ ചെയ്യാം. ദുബൈയിൽ മാത്രം 100-ലധികം പേർ തങ്ങളുടെ താമസം നിയമവിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയർ ബാംഗ്ലൂരു, മുംബൈ സെക്ടറുകൾ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലേക്ക് 19 ഒമാനി റിയാലിന് ടിക്കറ്റ് പ്രഖ്യാപിച്ചു. കറാച്ചി, പെഷവാർ, മുൾട്ടാൻ, ഇസ്ലാമാബാദ്, ലാഹോർ, സിയാൽകോട്ട് സെക്ടറുകളിലാണ് ഒരു ഭാഗത്തേക്ക് ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ 19 റിയാലിന് ടിക്കറ്റ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇന്നുകൂടി ഈ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ നിരക്കിളവ് ലഭ്യമാവുക. 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും സൗജന്യമായി അനുവദിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ സെക്ടറുകളിൽ 25 റിയാലിനും അടുത്തിടെ സലാം എയർ ടിക്കറ്റ് ലഭ്യമാക്കിയിരുന്നു. ഒമാൻ എയറും പ്രത്യേകം നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂർ ഓഫ് സലാല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം പതിപ്പ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 8 ആരംഭിച്ച് 4 ഘട്ടങ്ങളിലായി അരങ്ങേറുന്ന മത്സരങ്ങൾ 11 അവസാനിക്കും. ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ചാണ് ടൂർ ഓഫ് സലാല നടന്നുവരുന്നത്. ഗരീബ് സഞ്ചാരികൾക്ക് കൂടി ഏറെ ആവേശം പകരുന്നതാകും സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഒമാൻ സൈക്ലിംഗ് അസോസിയേഷൻ ദോഫർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്ന ടൂറിൽ നിരവധി ടീമുകളിലായി 100ഓളം സൈക്ലിസ്റ്റുകളാണ് പങ്കെടുക്കാറുള്ളത്. 4 ഘട്ടങ്ങളുടെയും ആരംഭ സ്ഥലങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും യാത്രാദൈർഘ്യവും മത്സരപാതയും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ടൂർ മികച്ച രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. മറ്റ് യാത്രക്കാരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് ഇത് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യും. വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന റൈഡർമാരുടെ സാന്നിധ്യം ടൂർ ഓഫ് സലാലയെ ശ്രദ്ധേയമാക്കുന്നു. മികച്ച കോണ്ടിനെന്റൽ ടീമുകൾക്കൊപ്പം അൾജീരിയ, തായ്ലാൻഡ്, സൗദി അറേബ്യ, UAE, ഇറാൻ, ഒമാൻ, ഇറാഖ് എന്നീ ദേശീയ ടീമുകളാണ് കഴിഞ്ഞ തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇത്തവണയും കൂടുതൽ ടീമുകൾ എത്തുമെന്നാണ് ഒമാൻ സൈക്ലിംഗ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്.
ഒമാൻ തൊഴിൽ മന്ത്രാലയം മാനേജർ, എഞ്ചിനീയർ, സൂപ്പർവൈസർ, ടെക്നീഷ്യൻ, ഡ്രൈവർ ഉൾപ്പെടെ 38 മേഖലകളിൽ കൂടി പുതുതായി സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തി. 4 ഘട്ടങ്ങളിലായാണ് സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരിക. ഇവയിൽ ഭൂരിഭാഗം തസ്തികകളും ഒമാനികൾക്ക് മാത്രമാകുന്ന ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ചില തസ്തികകളിലെ സ്വദേശിവൽക്കരണം അടുത്ത വർഷം ജാനുവരി 1 മുതലും മറ്റ് ചില തസ്തികകളിലെ സ്വദേശിവൽക്കരണം 2026 ജാനുവരി 1 മുതലും ബാക്കിയുള്ളവ 2027 ജാനുവരി 1 മുതലും നടപ്പിലാക്കും. വിവിധ മേഖലകളിൽ സ്വദേശി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പുതിയ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് തുടർ നടപടികളുമുണ്ടാകും. സ്വദേശിവൽക്കരിച്ച തസ്തികകൾ ഇനി പറയുന്നു. ഭക്ഷ്യ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വഹിക്കുന്ന റെഫ്രിജറേറ്റർ ട്രെയിലർ, ട്രക്ക് ഡ്രൈവർ, വെള്ളം കടത്തുന്ന ട്രെയിലർ ഡ്രൈവർമാർ, ഹോട്ടൽ റിസപ്ഷൻ മാനേജർ, നീന്തൽ രക്ഷകൻ, ടൂറിസ്റ്റ് ഏജന്റ്, ട്രാവൽ ഏജന്റ്, റൂം സർവീസ് സൂപ്പർവൈസർ, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, ക്വാളിറ്റി ഓഫീസർ, ഡ്രില്ലിംഗ് എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, ജനറൽ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ, മെക്കാനിക്, ജനറൽ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ, ഡ്രില്ലിംഗ് മെഷർമെൻറ്റ് എഞ്ചിനീയർ, ക്വാളിറ്റി സൂപ്പർവൈസർ, എയർക്രാഫ്റ്റ് ലോഡിംഗ് സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഷിപ്പ് മൂറിംഗ് ടൈലറിംഗ് വർക്കർ, ലേബർ സൂപ്പർവൈസർ, കാർഗോ കയറ്റിറക്ക് സൂപ്പർവൈസർ, കൊമേഴ്ഷ്യൽ പ്രൊമോട്ടർ, കൊമേഴ്ഷ്യൽ ബ്രോക്കർ, ഗുഡ്സ് അറേഞ്ചർ, ഫ്ലാറ്റ് ബ്ലേഡ് ക്രെയിൻ ഡ്രൈവർ, ഫോർക്ലിഫ്റ്റ് ഡ്രൈവർ, പുതിയ വാഹനങ്ങളുടെ സെയിൽസ്മാൻ, ഉപയോഗിച്ച വാഹനങ്ങളുടെ സെയിൽസ്മാൻ, പുതിയ സ്പെയർ പാർട്ട് സെയിൽസ്മാൻ, ഉപയോഗിച്ച സ്പെയർ പാർട്സ് സെയിൽസ്മാൻ, ജനറൽ സിസ്റ്റം അനലിസ്റ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, മറൈൻ സൂപ്പർവൈസർ തുടങ്ങിയവയാണ്. സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന തസ്തികകളിൽ ഭൂരിഭാഗവും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നവയാണ്. എന്നാൽ സിസ്റ്റം അനലിസ്റ്റ്, ജനറൽ ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ്, മറൈൻ ഒബ്സർവർ വൈസർ, ട്രാഫിക് കൺട്രോളർ, കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലെ സ്വദേശിവൽക്കരണം അടുത്ത വർഷം 1 മുതൽ നടപ്പിലാകും. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ തസ്തികകൾ 2026 ജാനുവരി 1 മുതൽ സ്വദേശിവൽക്കരിക്കും. വെബ് ഡിസൈനർ, ഓപ്പറേഷൻ അനലിസ്റ്റ് എന്നീ മേഖലകളിലെ സ്വദേശിവൽക്കരണം 2027 ജാനുവരി 1 പ്രാബല്യത്തിൽ വരിക. മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ വാഹനാപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്ക്. ഇന്നലെ ഉച്ചയോടെയാണ് മവേല ബ്രിഡ്ജ് എക്സിറ്റിന് സമീപം അപകടമുണ്ടായത്. 2 ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം ഏറെ നേരം പ്രദേശത്ത് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. റോയൽ ഒമാൻ പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്തു. റെഫ്രിജറേറ്റർ ട്രക്ക് ഡ്രൈവർ തൊഴിൽ ഒമാനികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ. എല്ലാ വലിപ്പത്തിലുമുള്ള ശീതീകരിച്ച ട്രക്കുകൾ ഓടിക്കാൻ ഒമാനി പൗരന്മാർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ നയത്തിന്റെ ഭാഗമായാണ് ഈ മേഖലയിലെ സ്വദേശിവൽക്കരണം. ഇത് വ്യവസായത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നതായും മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. ഈ നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർമാർ പരിശോധനകൾ നടത്തും. പുതിയ നിബന്ധനകൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. രാജകീയ ഉത്തരവ് 10/2016 എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ, തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനം നമ്പർ 2022/235 എന്നിവ പ്രകാരം പുറപ്പെടുവിച്ച ഗതാഗത നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന മന്ത്രാലയത്തിന്റെ അധികാരവുമായി വരുന്നതാണ് ഈ നിയമമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.